നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റായിരുന്നു തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ. കേരള കോൺഗ്രസിൽ നിന്ന് സീറ്റെടുത്ത് കോൺഗ്രസ് ചാനൽ ചർച്ചകളിലെ പാർട്ടി മുഖം സന്ദീപ് വാര്യരെ പ്രഖ്യാപിച്ചു. LDF ആകട്ടെ നാട്ടുകാരനായ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ VPP മുസ്തഫ നേരത്തെ പ്രചാരണം തുടങ്ങിയിരുന്നു. ഇതോടെ ചാനലിലെ പോരാട്ടം നേരിട്ട് കളത്തിലേക്കായി. മുസ്തഫയും ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യമാണ്. തൃക്കരിപ്പൂരിൽ വണ്ടിയിറങ്ങി സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററായിരുന്ന ഗോവിന്ദ വാര്യരുടെ മകനായ തനിക്ക് ഇതൊരു അപരിചിത നാടല്ലെന്ന് പറഞ്ഞ് പാലക്കാട്ടുകാരനായ സന്ദീപ് വാര്യർ മാസ് എൻട്രി നടത്തി. പ്രചാരണത്തിൽ ഏറെ മുന്നിലുള്ള ഇടതുപക്ഷത്തിനൊപ്പം ഓടിപ്പിടിക്കാൻ സന്ദീപ് വാര്യർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. പ്രചാരണം രണ്ടാം ഘട്ടത്തിലെത്തുമ്പോൾ എക്കാലവും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന തൃക്കരിപ്പൂർ വലത്തോട്ട് ചായുമോ എന്ന ചോദ്യവും ഉയരുന്നു. അങ്ങനെയൊരു ചോദ്യവും ചിന്തയും ഒരു ഘട്ടത്തിലും ഇടതുപക്ഷത്തിനോ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞ് മുസ്തഫ പ്രചാരണം കൊഴിപ്പിക്കുന്നു. എന്നാൽ ഉണ്ണിത്താന് ശേഷം കാസർഗോഡിന്റെ മിന്നലാട്ടമായിരിക്കും സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ് ആവേശത്തിലാകുന്നു UDF. NDA ഇക്കുറി ഇറക്കിയത് 2020യാണ്. ഏതാനും ദിവസം മുൻപ് ആ പാർട്ടിയിൽ ചേർന്ന കാഞ്ഞങ്ങാട്ടുകാരനായ രവി കുളങ്കരയാണ് അവരുടെ സ്ഥാനാർത്ഥി. 1957 EMS നീലേശ്വരം ദ്വയാഗത മണ്ഡലത്തിൽ ജയിച്ചാണ് കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായത്. അന്ന് തൃക്കരിപ്പൂരും നീലേശ്വരവും പയ്യന്നൂരും ഉൾപ്പെട്ടതായിരുന്നു നീലേശ്വരം അസംബ്ലി മണ്ഡലം. 87 നായർ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത് ഇവിടെ വിജയിച്ചാണ്. 1977 തൃക്കരിപ്പൂർ മണ്ഡലമുണ്ടായത്. 2008 മണ്ഡല പുനർനിർണയത്തിൽ ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന കരിവള്ളൂർ, പെരുളം, പെരിങ്ങാം, വയക്കര, കങ്കാൽ, ആലപ്പടമ്പ് പഞ്ചായത്തുകൾ പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാക്കി. ഹൈസ്തൂർഗ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചെറുവത്തൂർ പഞ്ചായത്തും നീലേശ്വരം നഗരസഭയും തൃക്കരിപ്പൂരിനൊപ്പമായി. 77 മുതൽ 5 വർഷം CPMലെ P കരുണാകരനും അടുത്ത 5 വർഷം CPMലെ O ഭരതനും, 87 മുതൽ 96 വരെ EK നയനാരും, പിന്നീട് 10 വർഷം CPM സംസ്ഥാന സമിതി അംഗം KP സതീഷ് ചന്ദ്രനും അടുത്ത 10 വർഷം K കുഞ്ഞിരാമനും MLA ആയി. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി O രാജഗോപാലനാണ് നിലവിലെ MLA. അദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴവുമായിരുന്നു. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പടന്ന, വലിയ പറമ്പ്, പീലിക്കോട്, വെസ്റ്റ് ഏളേരി, കണ്ണൂർ, ചീമേനി പഞ്ചായത്തുകളും നീലേശ്വരം നഗരസഭയും ഇടത് മുന്നണിയും തൃക്കരിപ്പൂർ, വലിയ പറമ്പ്, ഈസ്റ്റ് ഏളേരി പഞ്ചായത്തുകൾ UDFുമാണ് ഭരിക്കുന്നത്. കഴിഞ്ഞ തവണ O രാജഗോപാലൻ ജയിച്ചത് 26,137 വോട്ടിനാണ്. കേരള കോൺഗ്രസിലെ MP ജോസഫായിരുന്നു എതിരാളി. 2011 8,785 വോട്ടിന് കോൺഗ്രസിലെ KV ഗംഗാധരനെ തോൽപ്പിച്ചാണ് CPMലെ K കുഞ്ഞിരാമന്റെ വിജയം. 2016 തെരഞ്ഞെടുപ്പിൽ O രാജഗോപാലൻ കന്നിയംഗത്തിൽ വിജയക്കൊടി പാറിച്ചത് KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണനെ 19,659 വോട്ടിന് പരാജയപ്പെടുത്തിയാണ്. എന്നാൽ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDFന് മുൻതൂക്കം ലഭിച്ച 2024 രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ 10,448 വോട്ടിൻ്റെ ലീഡ് കിട്ടി. പക്ഷേ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ 6,010 വോട്ടിൻ്റെ ലീഡ് ഇടതുമുന്നണി നേടി. ഇത്തവണ പോരാട്ടം കനത്തതായിരിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.